ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്, എഗ്ഗ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ പലഹാരം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫില്ലിങ് തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് 2 വലിയ ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഉടച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഒപ്പം തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു സവാള ചെറുതാക്കി നുറുക്കിയതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊരു ചെറുതായി കൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അതും കൂടെ പിച്ചിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഞാനിവിടെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. അതൊന്ന് ഇതുപോലെ ഉടച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, നമ്മൾ പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് അതിനനുസരിച്ച് എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനപ്പോൾ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മുളക് പൊടി ചേർക്കുക. പിന്നെ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിന് എത്രയാണോ അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് മഞ്ഞൾപ്പൊടി. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കിഴങ്ങ് വേവിച്ചപ്പോഴും ഗ്രീൻ പീസൊക്കെ വേവിച്ചപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക. ഇല്ലയെന്ന് തോന്നിയാൽ മാത്രം കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു പൊടിയും കൂടെ ചേർക്കാൻ മറന്നിട്ടുണ്ട്, ചാട്ട് മസാല. അതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഫില്ലിങ്ങിന്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വളരെ ഈസി ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് വഴറ്റിയ ഒന്നും വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മാവൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1.5 കപ്പ് മൈദയും എടുക്കുന്നുണ്ട്. 250 ml കപ്പിലാണ് ഞാൻ പൊടികൾ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒന്ന് കടിക്കാൻ കിട്ടാനായിട്ട് 1 ടീസ്പൂൺ ഞാൻ കറുത്ത എള്ള് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി.
ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ലോണം സോഫ്റ്റായി പോകും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടില്ല. അതുകൊണ്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കൊരു കട്ടിക്കായിട്ടുള്ള മാവാണ് വേണ്ടത്. അപ്പോൾ കുഴച്ച ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ മാവ് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, നല്ലപോലെ മാവ് ഞാനൊന്ന് കട്ടിക്ക് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിത് കൗണ്ടർ ടോപ്പിലൊന്ന് ഇട്ടിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു നീളത്തിലാക്കി എടുക്കണം. എന്നിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോഴേ ഉണ്ടാക്കിയെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ഒരു നീളത്തിലൊന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ദേ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഞാനൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 3 ആക്കി ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ മാവ് ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല. റെസ്റ്റ് ചെയ്താൽ ആകെ കുഴഞ്ഞു പോവും, നല്ലോണം അങ്ങ് സോഫ്റ്റായി പോവും. അപ്പോൾ അങ്ങനെ വരരുത്. നമുക്കിതുപോലെ ഒന്ന് മുറിച്ചാൽ കിട്ടണം. ആ ഒരു രീതിയിൽ കട്ടിക്ക് വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാനായിട്ട്. അപ്പം ഞാനിതിവിടെ 3 ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് കുറച്ച് പൊടി വിതറി കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ്. നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം, വലുതാക്കിയിട്ട് തന്നെ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ വേഗം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മറ്റേത് ചെറുതാക്കിയിട്ട് പരത്തിയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെക്കുമ്പോൾ ഒരുപാട് നേരമാവും. ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വലുതാക്കി പരത്തിയിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ചിട്ടൊന്ന് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് വലുതാക്കി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ കണ്ടില്ലേ, മുഴുവനായിട്ട് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 കോഴിമുട്ട പുഴുങ്ങിയിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതുപോലെ മേലേക്കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കാം. ഇനി ഇതൊന്ന് മെല്ലെ റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അടുപ്പിച്ചിട്ട് വേണം നമ്മൾ റോൾ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരെ ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് അടുപ്പിച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണം. അപ്പോൾ ഞാനിവിടെ ആ 2 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇനി ഇത് ഓരോന്നായിട്ട് മുറിച്ചെടുക്കാം. മെല്ലെ മുറിച്ചെടുത്താൽ മതി, അമർത്തി വെക്കരുത്. അപ്പോൾ ആകെ ഇങ്ങോട്ട് ഒട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാതും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് റൗണ്ടാക്കി എടുത്താൽ മതി. അപ്പോൾ അതുപോലെ ഒന്ന് എല്ലാതും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആ റൗണ്ടാക്കിയതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂവിയിട്ടുണ്ട്. എന്നിട്ടാണ് റൗണ്ടാക്കിയത് വെച്ച് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാനുള്ള ഒരു
ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് മൈദ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് ബാറ്റർ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായി കിടക്കുകയാണ്. നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് മാവിലൊന്ന് മുക്കിയതിന് ശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉള്ളൊന്നും വേവാതായിട്ട് വരും. നമ്മൾ വാട്ടൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ ഫില്ലിങ്. അപ്പോൾ അതുകൊണ്ട് സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ 3 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. 2 സൈഡും ഇടയ്ക്ക് തിരിച്ചിട്ടും ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. 2 സൈഡ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഇനി ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്